Hi and welcome to the new video. In this video, I'll be discussing about the fixed capacitor plus thyristor controlled reactor SVC. ഇതുവരെ നമ്മൾ സ്റ്റാറ്റിക് വാർ കോമ്പൻസേറ്റർ എന്താണെന്ന് പഠിച്ചു. അതിൻ്റെ മെയിൻ കോമ്പോണൻസ് ആണ് ടി സി ആർ അല്ലെങ്കിൽ ടി എസ് ആർ, ടി എസ് സി, ഫിക്സഡ് കപ്പാസിറ്റർ, ഫിക്സഡ് റെസിസ്റ്റർ, അതൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലത്തെ ഒരു കോമ്പോണൻ്റ് ആയ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോമ്പോണൻ്റ് ആയ ടി സി ആർ അല്ലെങ്കിൽ ടി എസ് ആർ ആയിരുന്നു കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. തൈറിസ്റ്റർ കൺട്രോൾ റിയാക്ടർ ആൻഡ് തൈറിസ്റ്റർ സ്വിച്ച് റിയാക്ടർ. അപ്പോൾ അതിൻ്റെ വർക്കിങ്ങും കാര്യങ്ങളാണ് പറഞ്ഞത്. അപ്പോൾ ഇനി ശരിക്കും ഒരു ആക്ച്വൽ പ്രോട്ടോടൈപ്പ് നമ്മുടെ സ്റ്റാറ്റിക് വാർ കോമ്പൻസേറ്ററിൻ്റെ പ്രോട്ടോടൈപ്പ് SVC പ്രോട്ടോടൈപ്പ് ആയ FC+TCR കോമ്പിനേഷൻ ആണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. സോ തൈറിസ്റ്റർ കൺട്രോൾ റിയാക്ടറിൻ്റെ ഓപ്പറേഷൻ നമുക്ക് ഓൾറെഡി അറിയാം. അപ്പോൾ അത് തന്നെയാണ് ഇവിടുത്തെ കൺട്രോൾ എലമെന്റ് വരുന്നത്. അതിൽ കൂടെ ഒരു ഫിക്സഡ് കപ്പാസിറ്റർ കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്തൊക്കെ സംഭവിക്കും എന്നുള്ളതാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അത് തന്നെ മുന്നേ പറഞ്ഞ പോലെ തന്നെ PGDP എന്ന് പറഞ്ഞ ഒരു സബ്ജക്റ്റിന്റെ ബേസിലാണ് നമ്മൾ പോകുന്നത്. അല്ലാണ്ട് അത്ര ഡീറ്റെയിൽ ആയിട്ടുള്ള അനാലിസിസിലേക്കും കാര്യങ്ങളിലേക്കൊന്നും പോകുന്നില്ല. ബേസിക് ആയിട്ടുള്ള വർക്കിങ്ങും ബേസിക് കാര്യങ്ങളും മാത്രമാണ് പറയുന്നത്. ഓക്കെ, സോ ഫിക്സഡ് കപ്പാസിറ്റർ പ്ലസ് തൈറിസ്റ്റർ കൺട്രോൾ റിയാക്ടർ FC+TCR എന്ന് നമുക്ക് സിമ്പിൾ ആയിട്ട് പറയാം. ആൻഡ് ഇറ്റ്സ് യു ക്യാൻ സേ ദാറ്റ് ഇറ്റ് ഈസ് എ കോമ്പിനേഷൻ ഓഫ് ഫിക്സഡ് കപ്പാസിറ്റർ ആൻഡ് TCR. അപ്പോൾ നമുക്കറിയാം TCR നമ്മൾ എങ്ങനെയാണ് വരച്ചിട്ടുണ്ടായിരുന്നത്, എന്താ ഒരു തൈറിസ്റ്റർ കൺട്രോൾഡ് റിയാക്ടർ ആണ്. ഇപ്പോൾ ഒരു ഇൻഡക്ടർ അല്ലെങ്കിൽ റിയാക്ടർ, അതിന് സീരീസ് ആയിട്ട് ആന്റി പാരലൽ കോമ്പിനേഷൻ ഓഫ് തൈറിസ്റ്റേഴ്സ് കണക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ ഇതിന് പാരലൽ ആയിട്ട് എന്തും കൂടി വെച്ചേക്കാണ്, ഒരു ഫിക്സഡ് കപ്പാസിറ്ററും കൂടി വെച്ചേക്കാണ്. ഈ കോമ്പിനേഷൻ ആണ് നമ്മൾ എടുത്ത് എവിടേക്ക് കൊടുക്കുന്നത്. അപ്പോൾ ഇതിനെയാണ് നമ്മളുടെ എന്ന് പറയുന്നത് SVC എന്ന് പറയുന്നത്. ഈ ഒരു കോമ്പിനേഷൻ ആണ് ഇപ്പോഴത്തെ നമ്മളുടെ SVC. ഇപ്പോൾ ഇത് എടുത്തിട്ടാണ് നമ്മൾ ഇങ്ങോട്ട് ബസ്സിലേക്ക് കൊടുക്കുന്നത്. അപ്പോൾ ഇതിലെ ഈ ഭാഗം മാത്രമാണ് നമ്മളെ കൺട്രോൾ ഉള്ളത്. ഫിക്സഡ് കപ്പാസിറ്റി ആയിട്ട് ഫിക്സഡ് ആണ്, കൺട്രോൾ ഒന്നും ഇല്ല. കൺട്രോൾ ഉള്ളത് എവിടെയാണ്? തൈറിസ്റ്റർ കൺട്രോൾ റിയാക്ടറിലാണ്. അതായത് ഇവിടത്തെ ഫയറിംഗ് ആംഗിൾ കൺട്രോൾ അല്ലെങ്കിൽ ഡിലേ ആംഗിൾ കൺട്രോൾ കഴിഞ്ഞ ലെക്ചറിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ഒന്നുകൂടി നോക്കി കഴിഞ്ഞാൽ കറക്റ്റ് ആയിട്ട് മനസ്സിലാവും. അപ്പോൾ അതാണ് ഇവിടെ ചെയ്യുന്നത്. സോ ദ കറന്റ് ഇൻ ദ റിയാക്ടർ ഈസ് വാരിഡ് ബൈ ദ മെത്തേഡ് ഓഫ് ഫയറിംഗ് ആംഗിൾ ഡിലേ കൺട്രോൾ ഓർ ഡിലേ. And this SVC is connected to the coupling transformer which is directly connected to the bus whose voltage is to be regulated. ഇപ്പോൾ ഇതാണ് നമ്മുടെ SVC എന്ന് പറയുന്നത്. സോ ഇത് ഇവിടെ ഒരു കപ്ലിംഗ് ട്രാൻസ്ഫോമർ ഉണ്ടാവും. ആ കപ്ലിംഗ് ട്രാൻസ്ഫോമർ വഴിയാണ് നമ്മൾ ബസ്സിലേക്ക് കണക്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ആ ഭാഗം തൽക്കാലം അവിടെ വരച്ചിട്ടില്ല, നമുക്ക് അതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ഇതിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടുത്തെ മെയിൻ കറണ്ട്, അതായത് ഈ SVCയിലേക്ക് വരുന്ന കറണ്ട് അല്ലെങ്കിൽ SVCയുടെ കറണ്ട് റിസൾട്ടൻ കറണ്ട് എന്ന് പറഞ്ഞാൽ IQ ആണ്. ആ IQ എന്ന് രണ്ട് ആൾക്കാരുടെ കോമ്പിനേഷനാണ്. കഴിഞ്ഞ കേസിലായിരുന്നു അപ്പോൾ ജസ്റ്റ് അത് IL ഓഫ് ആൽഫ മാത്രമേ ആയിരുന്നു. ഇപ്പോൾ IL ഓഫ് ആൽഫയും ഉണ്ട്, IC ഉണ്ട്. ഇവരുടെ റിസൾട്ടൻ്റ് ആയിട്ടുള്ള, കാരണം ഇത് രണ്ടും വെക്ടറുകളാണ്, എന്താ എല്ലാം ഇൻ ഫേസും അല്ല. അപ്പോൾ അവർ ആ വെക്ടർ സമ്മാണ് ഈ എന്ത് വരാൻ പോകുന്നത്, IQ വരാൻ പോകുന്നത്. അപ്പോൾ കഴിഞ്ഞ കേസിലെ പോലെ ജസ്റ്റ് അബ്സോർബ് ചെയ്യണ പരിപാടി മാത്രമല്ല, അതായത് ഇൻഡക്ടർ മാത്രമല്ല, ഇവിടെ കപ്പാസിറ്റർ ഉണ്ട്, ജനറേറ്റ് ചെയ്യാനും പറ്റും. ഉണ്ട് റിയാക്റ്റീവ് കോമ്പണന്റ് ഓഫ് കറണ്ട് അല്ലെങ്കിൽ വാർ എന്ന് പറയാം. റിയാക്റ്റീവ് പവർ നമുക്ക് അബ്സോർബ് ചെയ്യാനും പറ്റും, ജനറേറ്റ് ചെയ്യാനും പറ്റും. അപ്പോൾ അതാണ് ഇവിടുത്തെ ഒരു വ്യത്യാസം വരുന്നത്. എന്തുകൊണ്ടെന്ന് വെച്ചപ്പോൾ കപ്പാസിറ്റർ, പക്ഷെ കപ്പാസിറ്റർ ഫിക്സഡ് ആണ് എന്നുള്ള കാര്യം മാത്രമേ അവിടെ വരുന്നുള്ളൂ, മറ്റേത് വാരിയബിൾ ആണ്. അപ്പോൾ കൺട്രോൾ നടത്തുന്നത് ഇപ്പോഴും ആര് തന്നെയാണ്, TCR തന്നെയാണ്. പക്ഷേ ഇവിടെ എഫക്റ്റീവ് കൺട്രോൾ ആണ്. ഇവർ രണ്ടുപേരും കൂടിയിട്ട് തീരുമാനിക്കും അബ്സോർബ് ചെയ്യണോ അതോ ജനറേറ്റ് ചെയ്ത് അങ്ങോട്ട് കൊടുക്കണോ എന്നുള്ളത്. അപ്പോൾ രണ്ട് കൺട്രോളും ഇവിടെ നടക്കും. ഓക്കെ, ഈ IQ തീരുമാനിക്കുന്നത് ഒരു എന്താ IL ഒറ്റയ്ക്കല്ല എന്നാണ് പറയുന്നത്. ICയും ILൻ്റെയും റിസൾട്ടൻറ്റ് വാല്യൂസിനനുസരിച്ചിരിക്കും കാര്യങ്ങൾ. സോ ദ എഫക്റ്റീവ് റിയാക്ടൻസ് ക്യാൻ ബി വാരിഡ് ബൈ ദ ഫയറിംഗ് ആംഗിൾ കൺട്രോൾ ഓഫ് ആൻറ്റി പാരലൽ തൈറിസ്റ്റേഴ്സ്. സോ ഈ ആൻറ്റി പാരലൽ തൈറിസ്റ്റേഴ്സിൻ്റെ ഫയറിംഗ് ആംഗിൾ മാത്രമാണ് നമ്മളിവിടെ കൺട്രോൾ ആയിട്ടുള്ള എലമെന്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ കൺട്രോൾ പാരാമീറ്റർ. അപ്പോൾ ആ കൺട്രോൾ പാരാമീറ്റർ അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എഫക്റ്റീവ് റിയാക്ടൻസ് വാരി ചെയ്യാൻ പറ്റും. അതാണ് അവിടുത്തെ കൺട്രോൾ വരുന്നത്. ആൻഡ് ദ കൺട്രോൾ റേഞ്ച് ഫോർ ദ ഫയറിംഗ് ആംഗിൾ ഈസ് ഫ്രം 90 degrees to 180 degree വിത്ത് റെസ്പെക്ട് ടു ദ SVC വോൾട്ടേജ്. അപ്പോൾ SVC വോൾട്ടേജിൻ്റെ നമുക്കറിയാം ഏതാ 90 ഡിഗ്രിയിൽ നിന്ന് പീക്കിൽ നിന്നാണല്ലോ കൺട്രോൾ എടുക്കുന്നത്. അപ്പോൾ ആ രീതിക്ക് പറഞ്ഞാണ് 90 to 180 ഓഫ് SVC ഫയറിംഗ് ആംഗിൾ എന്നാണ്. അതായത് ശരിക്കും നമ്മൾ ആ ആംഗിൾ അവിടുന്ന് ആൽഫ മെഷ് ആണെങ്കിൽ 0 to 90 എന്ന് പറയുമല്ലോ, കഴിഞ്ഞ വീഡിയോയിൽ നോക്കിയാൽ കാണാം. അതെന്ന് പറയുന്നത് നമ്മളെ SVCയുടെ 90 ഡിഗ്രി ടു 180 ഡിഗ്രി ആണ് എന്നുള്ള രീതിയിൽ അവിടെ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, ഇതിൽ ഒന്നുകൂടി ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ ഈ എന്തെന്ന് പറയാം, നമുക്ക് സിമ്പിൾ ആയിട്ട് പറയാം, ദ ഫിക്സഡ് capacitor thyristor controlled reactor type war generator may be considered essentially to consist of a variable reactor and a fixed capacitor. ശരിയല്ലേ?
ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാം ഇത് വാരിയബിൾ ആണ്, കാരണം ഇവിടുത്തെ ആൽഫ നമുക്ക് കൺട്രോൾ ചെയ്യാം ഫയറിംഗ് ആംഗിൾ. സോ ഇറ്റ് ഹാസ് എ വാരിയബിൾ റിയാക്ടർ പ്ലസ് എ ഫിക്സഡ് കപ്പാസിറ്റർ. സോ കപ്പാസിറ്റി പാർട്ട് ഫിക്സഡും റിയാക്ടറിന്റെ പാർട്ട് വാരിയബിളും ആയിട്ടുള്ള ഒരു കോമ്പിനേഷനാണ് ഇപ്പോൾ നമ്മുടെ കയ്യിൽ നിൽക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ആ ഒരു കൺട്രോൾ വരുന്നുണ്ട്. അപ്പോൾ ഇതിൽ നമുക്ക് ജനറൽ ആയിട്ട് പറയുകയാണെങ്കിൽ ദ കോൺസ്റ്റന്റ് കപ്പാസിറ്റി വാർ ജനറേഷൻ QC of the fixed capacitor is opposed by the variable war absorption QL of the thyristor controlled reactor to yield the total war output Q as is required. ഓക്കെ, ഇപ്പോൾ ഇവിടുത്തെ QCയുടെ ജനറേഷൻ, QC എന്ന് പറയുന്ന വാർ ജനറേഷൻ കോൺസ്റ്റന്റ് ആണ് എങ്കിലും QL എന്ന് പറയുന്ന വാർ അബ്സോർപ്ഷൻ എന്താണ്, വാരിയബിൾ ആണ്. അപ്പോൾ ഇതിനെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമുക്ക് എഫക്റ്റീവ് വാർ, അതായത് Q എന്നുള്ള രീതിയിൽ പറയുന്നെങ്കിൽ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഉള്ളിൽ നടക്കുന്നത്. അപ്പോൾ ഈ ഫയറിംഗ് ആംഗിൾ അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമുക്ക് എന്താ ഇൻഡക്റ്റീവ് ഇതിലേക്കും കൊണ്ടുപോകാം, കപ്പാസിറ്റി ഇതിലേക്കും കൊണ്ടുപോകാം, അതിൻ്റെ റേഞ്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് അവിടെ മെയിനായിട്ട് പറഞ്ഞു വരുന്നത്. ദാറ്റ് ഈസ് അറ്റ് ദ മാക്സിമം കപ്പാസിറ്റി വാർ ഔട്ട്പുട്ട്. മാക്സിമം കപ്പാസിറ്റി വാർ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കപ്പാസിറ്റീവ് എഫക്റ്റ് മാത്രമാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതാണ് പ്രൊവൈഡ് ചെയ്യുന്നത്, ജനറേറ്റ് ചെയ്യുക. അപ്പോൾ ഇയാൾ ഇല്ല എന്നുള്ളൊരു അർത്ഥം, അയാൾ ഇല്ലാൻ്റെ എപ്പോഴാണ് ഫയർ അതിനെ ഫുള്ളായിട്ട് ഇതാക്കും, ഓഫാക്കിയിരുന്ന രീതിയിൽ, അതായത് ആൽഫ ഈക്വൽ ടു 90 ഡിഗ്രിയിൽ. So at the maximum capacity war output, the thyristor control reactor is off at alpha equal to 90 degree. അപ്പോൾ ഇതിനെ ഓഫ് ആക്കി വെച്ച് കഴിഞ്ഞാൽ പിന്നെ കപ്പാസിറ്റൻസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതാണ് മാക്സിമം കപ്പാസിറ്റി വാർ ഔട്ട്പുട്ട് എന്ന് ഉദ്ദേശിച്ചത്. ഇനി ടു ഡിക്രീസ് ദ കപ്പാസിറ്റി ഔട്ട്പുട്ട്, അപ്പോൾ ഇതിൻ്റെ എഫക്റ്റ് കുറയ്ക്കാൻ, അപ്പോൾ ഇതിൻ്റെ എഫക്റ്റ് കുറയ്ക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി എന്താ ചെയ്താൽ മതി, ഇതിനൊന്ന് ഓൺ ആക്കി കുറേശ്ശെ കൂട്ടിക്കൊണ്ടുവന്നാൽ മതി. സോ ദ കറന്റ് ഇൻ ദ റിയാക്ടർ ഈസ് ഇൻക്രീസ് ബൈ ഡിക്രീസിങ് ദ ഫയറിംഗ് ആംഗിൾ. ഇപ്പോൾ 90 ഡിഗ്രിയിൽ കൊണ്ടുവച്ചാലാണ് നമ്മുടെ 0 വരുന്നത്. അപ്പോൾ കഴിഞ്ഞ ഇതിൽ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് മനസ്സിലാക്കാം. അപ്പോൾ ആ 90 ഡിഗ്രിയിൽ നിന്ന് പതുക്കെ നമ്മൾ കുറച്ച് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കാൻ തുടങ്ങും, ഇവിടുത്തെ എമൗണ്ട് കൂടി തുടങ്ങും. അപ്പോൾ ഇത് കുറേശ്ശെ അബ്സോർബ് ചെയ്യാൻ തുടങ്ങും. ഇവിടെ ഇപ്പോൾ ഇയാൾ ജനറേറ്റ് ചെയ്ത് കഴിഞ്ഞാലും നേരത്തെ അത് ജനറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന വാർ മാത്രമേ ഉണ്ടാകുള്ളൂ. പക്ഷേ ആ ജനറേറ്റ് ചെയ്യുന്ന കുറച്ച് ഇയാൾ എടുത്തു കഴിഞ്ഞാൽ ബാക്കിയല്ല ഇങ്ങോട്ട് ഇപ്പോൾ ഇനി പോകുള്ളൂ. അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. സോ ടു ഡിക്രീസ് ദ കപ്പാസിറ്റി ഔട്ട്പുട്ട്, ദ കറന്റ് ഇൻ ദ റിയാക്ടർ ഈസ് ഇൻക്രീസ് ബൈ ഡിക്രീസിങ് ദ ഫയറിംഗ് ആംഗിൾ ആൻഡ് അറ്റ് 0 വാർ ഔട്ട്പുട്ട്. ഇനി ചില കേസിൽ ചിലപ്പോൾ എന്ത് സംഭവിക്കാം, 0 വാർ ഔട്ട്പുട്ട് വരും. അതെപ്പോഴാണ്, ഇയാൾ ജനറേറ്റ് ചെയ്യുന്ന മുഴുവൻ ഇയാൾ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അപ്പുറത്തേക്കൊന്നും ഇല്ലല്ലോ. അതാണ് ഉദ്ദേശിക്കുന്നത്. കപ്പാസിറ്റി ജനറേറ്റ് ചെയ്യുന്ന മുഴുവൻ ഇൻഡക്ടർ കൺസ്യൂം ചെയ്തു, അബ്സോർബ് ചെയ്തു. സോ ദ കപ്പാസിറ്റി ആൻഡ് ഇൻഡക്റ്റീവ് കറൻസ് ബിക്കം ഈക്വൽ. അപ്പോൾ ഈ രണ്ട് കറണ്ടും ഈക്വൽ ആവുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എന്താ അതിൻ്റെ റിസൾട്ടൻ്റ് എടുക്കുമ്പോൾ അത് 0 ആയി പോകും. ആൻഡ് ദസ് ദ കപ്പാസിറ്റി ആൻഡ് ഇൻഡക്റ്റീവ് വാർസ് ക്യാൻസൽ ഔട്ട്. അപ്പോൾ അവർ പരസ്പരം ക്യാൻസൽ ചെയ്ത് പോകും. അത് ഉദ്ദേശിക്കുന്നത് ഇത് ഉണ്ടാക്കുന്നത് ഇത് എടുക്കുക എന്നുള്ള രീതിയിൽ ആലോചിച്ചാൽ മതി. ദെൻ വിത്ത് എ ഫർദർ ഡിക്രീസ് ഓഫ് ദ ആംഗിൾ, അപ്പോൾ വീണ്ടും അപ്പോൾ ഒരു പർട്ടിക്കുലർ ആംഗിളിലാണ് ഇപ്പോൾ അത് സംഭവിച്ചത്. അത് 90 നമ്മൾ കുറച്ച് കുറഞ്ഞു, ഒരു 45 ഡിഗ്രിയിൽ എത്തിയപ്പോഴാണ് ഇത് സംഭവിച്ചു വിചാരിക്കുക. വീണ്ടും ഞാനത് താഴേക്ക് കുറയ്ക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്, ഇതിൻ്റെ ഇത് ഡോമിനൻ്റ് ആയി വന്നു, അതായത് റിയാക്ടർ ഡോമിനൻ്റ് ആയി. അപ്പോൾ അത് റിയാക്ടർ അബ്സോർപ്ഷൻ കൂടി വന്നു. അപ്പോൾ ദ ഇൻഡക്റ്റീവ് കറണ്ട് ബിക്കംസ് ലാർജർ ദാൻ ദ കപ്പാസിറ്റീവ് കറണ്ട് റിസൾട്ടിങ് ഇൻ എ നെറ്റ് ഇൻഡക്റ്റീവ് വാർ ഔട്ട്പുട്ട്. അപ്പോൾ ഒരു നെറ്റ് ഇൻഡക്റ്റീവ് വാർ ഔട്ട്പുട്ടായി അറ്റ് 0 ഡിലേ ആംഗിൾ. ഇപ്പോൾ വീണ്ടും നമ്മൾ കുറച്ച് 0 ഡിലേ ആംഗിൾ എത്തിക്കഴിഞ്ഞാൽ എന്തായത്, തൈറിസ്റ്റർ കൺട്രോൾ റിയാക്ടർ കണ്ടക്ട്സ് കറണ്ട് ഓവർ ദ ഫുൾ 180 ഡിഗ്രി ഇൻ്റർവെൽ. അപ്പോൾ തൈറിസ്റ്റർ കൺട്രോൾ റിയാക്ടർ ഫുൾ 180 ഡിഗ്രി ഇൻ്റർവെല്ലിൽ കറണ്ട് കൺട്രോൾ ചെയ്യാൻ തുടങ്ങി. അത് മാക്സിമം ഡോമിനൻ്റ് ആയിട്ട് അവിടെ നിൽക്കുന്നു. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഉള്ളിലത്തെ ഈ കൺട്രോൾ എന്ന് പറഞ്ഞാൽ വരുന്നത്. അപ്പോൾ നമുക്ക് എന്താ ഈ ഫയറിംഗ് ആംഗിൾ അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് റിയാക്റ്റീവ് പവറിൻ്റെ കോമ്പൻസേഷനും കാര്യങ്ങളും നടത്താം എന്നുള്ളതാണ് ഇതിൽ വരുന്നത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ബേസിക് വർക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫയറിംഗ് ആംഗിൾ കൺട്രോൾ തന്നെയാണ്. ഓക്കെ, സോ ഇറ്റ് ഓൾറെഡി പറഞ്ഞ കാര്യം തന്നെയാണ്. പ്രൊവൈഡ് ലീഡിങ് വാർ ഫ്രം ദ കപ്പാസിറ്റർ ആൻഡ് ലാഗിങ് വാർ ഫ്രം ദ തൈറിസ്റ്റർ സ്വിച്ച് എന്നാണ് അവിടെ എഴുതിയത്, സ്വിച്ച് വേണ്ട, തൈറിസ്റ്റർ കൺട്രോൾഡ് റിയാക്ടർ. ഓക്കെ, സോ തൈറിസ്റ്റർ കൺട്രോൾഡ് റിയാക്ടർ ആണ്, അതൊരു കറക്ഷൻ നോക്കുക. ദെൻ ദ തേർഡ് ഫിഫ്ത്ത് ആൻഡ് സെവൻത്ത് ഹാർമോണിക്സ് ആർ ജനറേറ്റഡ് ഹിയർ. ഇപ്പോൾ ഇവിടെ ഈ സ്വിച്ചിങ് കാരണം തന്നെ, സ്വിച്ചിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൺട്രോൾ ആക്ഷൻ, ഫയറിംഗ് ആംഗിൾ കൺട്രോൾ, അത് സ്വിച്ചിങ് തന്നെയാണല്ലോ. അപ്പോൾ അത് കാരണം ഹാർമോണിക്സ് ജനറേറ്റ് ചെയ്യും. ഇപ്പോൾ ഈ ഹാർമോണിക്സ് ദി റിയാക്ടർ അലോങ് വിത്ത് ദ കപ്പാസിറ്റർ, റിയാക്ടറും കപ്പാസിറ്ററും നമുക്കറിയാം LC ഫിൽറ്റർ ആയിട്ട് ആക്ട് ചെയ്യും. അത് 5th and 7th ഹാർമോണിക്സിനെ അവർ വലിച്ചെടുക്കും. പക്ഷെ അപ്പോഴും ബാക്കി ഒരു ഹാർമോണിക് ഉണ്ട്, ഏതാ തേർഡ് ഹാർമോണിക്. അത് ഒഴിവാക്കി നമ്മൾ എന്ത് ചെയ്താൽ മതി, ഡെൽറ്റ കണക്ഷൻ ചെയ്താൽ മതി. TCR and secondary winding of the coupling transformer in delta are connected in delta, and this delta arrangement eliminates the third harmonics. അപ്പോൾ ഹാർമോണിക്സ് ഉണ്ടെങ്കിലും അതിങ്ങനെയാണ് എലിമിനേറ്റ് ചെയ്ത് പോകുന്നത്. LC ഫിൽറ്റർ ആയിട്ട് ആക്ട് ചെയ്ത് 5th ഉം 7th ഉം കളയും. ഡെൽറ്റയിൽ ട്രാൻസ്ഫോമറിനെ കണക്ട് ചെയ്ത് നമ്മൾ ഏതിനും ഒഴിവാക്കും, തേർഡ് ഹാർമോണിക്കിനും ഒഴിവാക്കും. ഓക്കെ, അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു എന്താ പറയുക VI ക്യാരക്ടറിസ്റ്റിക് അല്ലെങ്കിൽ വർക്കിംഗ് ഏരിയ കാണിച്ചു വെച്ചിട്ടുള്ളതാണ്. ഈ ഒരു ഇതിൻ്റെ ഉള്ളിലാണ് നമ്മളുടെ എന്ത് വർക്ക് ചെയ്യാൻ പോകുന്നത്,
എഫ് സി പ്ലസ് ടി സി ആർ കോമ്പിനേഷൻ വർക്ക് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ അതേപോലെ തന്നെ നമുക്കിപ്പോൾ ഈ ഒരു ഇതിനെ നമ്മുടെ ഈ ഒരു കോമ്പിനേഷൻ വേണമെങ്കിൽ നമുക്ക് പറയാം എന്താ, ദി എഫ് സി പ്ലസ് ടി സി ആർ ടൈപ്പ് വാർ ജനറേറ്റർ ക്യാൻ ബി കൺസിഡർ ആസ് എ കൺട്രോളബിൾ റിയാക്റ്റീവ് അഡ്മിറ്റൻസ്. ഒരു കൺട്രോളബിൾ ആയിട്ടുള്ള റിയാക്റ്റീവ് അഡ്മിറ്റൻസ് ആയിട്ട് വേണമെങ്കിൽ നമുക്ക് അത് കൺസിഡർ ചെയ്യാം. വെൻ കണക്റ്റഡ് ടു ദ എ സി സിസ്റ്റം ഫെയ്ത്ത്ഫുള്ളി ഇറ്റ് ഫോളോസ് ദ ആർബിട്രറി ഇൻപുട്ട് സിഗ്നൽ. അപ്പോൾ അവിടെ നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ട് സിഗ്നലിനനുസരിച്ച് ഇത് കൺട്രോൾ ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്ത് അതിനെ ഫോളോ ചെയ്ത് പൊയ്ക്കൊണ്ടിരിക്കും എന്നുള്ളതാണ് പറയുന്നത്. ആൻഡ് ദ വി ഐ ഇപ്പോൾ ഇവിടെ കാണിച്ചിട്ടുള്ളത് വി ഐ ഓപ്പറേറ്റിംഗ് ഏരിയ ഓഫ് ദ എഫ് സി ടി സി ആർ ആണ്. And it is defined by the maximum attainable capacitive and inductive admittances, and by the voltage and current ratings of major power components such as capacitor, reactor and thyristor wall. ഈ കഴിഞ്ഞതിൽ പറഞ്ഞ പോലെ തന്നെ നമുക്ക് കഴിഞ്ഞ ഒരു കേസ് നമുക്ക് ഈ ഒരു പോർഷൻ ഉണ്ടായിരുന്നുള്ളൂ, ഏതാ റൈറ്റ് സൈഡിലോട്ടുള്ള പോർഷൻ ആയിരുന്നു, കാരണം അവിടെ റിയാക്ടർ മാത്രമേ ഉണ്ടാവുള്ളൂ. ഇപ്പോൾ നമുക്ക് ആരും കൂടി ഉണ്ട്, കപ്പാസിറ്റർ ഉണ്ട്, ഇപ്പോൾ രണ്ട് സൈഡിലുണ്ട്. ഓക്കെ, ഇത് കപ്പാസിറ്റർ ബി സി എന്നുള്ള രീതിയിൽ, ഇത് ബി എൽ മാക്സ് ഇപ്പുറത്തുള്ളത്. അപ്പോൾ വി സി മാക്സ് എന്ന് പറഞ്ഞാൽ ഓരോന്ന് കാണിച്ചിട്ടുണ്ട്, വി സി മാക്സ്, വി എൽ മാക്സ്. വി സി മാക്സ് വോൾട്ടേജ് ലിമിറ്റ് ഫോർ ദ കപ്പാസിറ്റർ ആണ്, വി എൽ മാക്സ് ഫോർ ടി സി ആർ, ഐ സി മാക്സ് കപ്പാസിറ്റി കറണ്ട് ആണ് മാക്സിമം, ഐ എൽ മാക്സ് ഇൻഡക്റ്റീവിൻ്റെ മാക്സിമം, ബി എൽ മാക്സ് എന്ന് പറയുന്നത് മാക്സിമം ഇൻഡക്റ്റീവ് അഡ്മിറ്റൻസ് ആണ് ഈ സാധനം, ബി സി എന്ന് പറഞ്ഞാൽ അഡ്മിറ്റൻസ് ഓഫ് കപ്പാസിറ്റർ. അപ്പോൾ കഴിഞ്ഞ വെറും ടി സി ആർ ആകുമ്പോൾ നമുക്ക് ഈ ഒരു റീജിയനേ ഉള്ളൂ, ഇപ്പോൾ കപ്പാസിറ്റൻസ് കൂടി വന്നുകൊണ്ട് ഇങ്ങോട്ടും കൂടി എക്സ്റ്റെൻഡ് ആയി, അതാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇപ്പോൾ ഇത് ഇൻഡക്റ്റീവ് കറണ്ടിൻ്റെ റീജിയൻ, കപ്പാസിറ്റീവിൻ്റെ അവർ തമ്മിൽ പരസ്പരം ആ ഒരു റിലേഷനാണ് അവിടെ കാണിക്കുന്നത്. സോ ദ വി ഐ ഓപ്പറേറ്റിംഗ് ഒരു ഏരിയ ഓഫ് ദ എഫ് സി ടി സി ആർ വാർ ജനറേറ്റർ is defined by the maximum attainable capacitive and inductive admittances and by the voltage and current rating of major power components. So maximum ബി എല്ലും ബി സിയും തീരുമാനിക്കും, പ്ലസ് ഈ കറണ്ടും വോൾട്ടേജും ലിമിറ്റുകളും. അപ്പോൾ അത് തീരുമാനിക്കുക ഏതാ കോമ്പോണൻസ് ആണ്, മേജർ കോമ്പോണൻസ്, കപ്പാസിറ്റർ, റിയാക്ടർ, തൈറിസ്റ്റർ, വാൾവ് ഒക്കെയാണ്. ആൻഡ് ദ റേറ്റിംഗ്സ് ഓഫ് ദ പവർ കോമ്പോണൻസ് ആർ ഡിറൈവ്ഡ് ഫ്രം ദ അപ്ലിക്കേഷൻ റിക്വയർമെന്റ്. അപ്ലിക്കേഷൻ റിക്വയർമെന്റ് ഉപയോഗിച്ച് നോക്കിയിട്ടാണ് നമ്മൾ കോമ്പോണൻസിൻ്റെ റേറ്റിംഗ് കാര്യങ്ങൾ എടുക്കുന്നത്. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഈ ഒരു എഫ് സി പ്ലസ് ടി സി ആർ എന്നുള്ള ഒരു ഇതിൻ്റെ ഉള്ളിൽ മെയിനായിട്ട് പറയേണ്ടതായിട്ട് വരുന്നുള്ളൂ. ഓക്കെ.